ശുദ്ധീകരണ സ്ഥലത്തിൽ സഹനമനുഭവിക്കുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള തീക്ഷ്ണത അവളുടെ അനുദിന ആത്മവിചിന്തനത്തിൻ്റെ ഭാഗമായി. ദൈവത്തിൽ ഭ്രമിച്ച ഒരാത്മാവ് മറ്റെന്തിലേക്കാണ് തൻ്റെ ശ്രദ്ധ തിരിക്കുക? ശുദ്ധീകരണാത്മാക്കളുടെ പീഡകളിൽ അവർക്ക് ആശ്വാസം പകരാൻ സാധിക്കുന്നതെല്ലാം ജെർത്രൂദ് ചെയ്തു. ഏതവസരത്തിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് അവൾ മുടക്കം വരുത്തിയില്ല. കരുണയുടെ പിതാവേ, ആശ്വാസങ്ങളുടെ ദൈവമേ, കോപിക്കുന്നതിൽ വിമുഖനായ അങ്ങേക്ക് ഈ പാവമാത്മാക്കളുടെ നേരെ കണ്ണടയ്ക്കാനാകില്ലെന്ന് എനിക്കറിയാം. അനന്ത സ്നേഹമേ, അങ്ങയുടെ പിതൃവാത്സല്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്താലും. അവൾ പ്രാർത്ഥിച്ചു. താൻ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ തന്നെ ഏറ്റുപറഞ്ഞ് തന്നോട് പ്രാർത്ഥിക്കുന്ന തൻ്റെ വിശ്വസ്ത മണവാട്ടിയെ ഈശോ ശ്രദ്ധിച്ചു. അവളുടെ പ്രാർത്ഥനകൾ താൻ ശ്രവിക്കുന്നുണ്ടെന്ന സാന്ത്വനം അവൾക്ക് നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. അനേകം വെളിപാടുകളിലൂടെ ജെർത്രൂദ് പ്രാർത്ഥിക്കുന്ന ആത്മാക്കളുടെ നിത്യരക്ഷ അവിടുന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു. ഒരിക്കൽ അവൾ ഇങ്ങനെ കേട്ടു: പ്രാത്തോറിയത്തിലെ പടയാളികളുടെ ചാട്ടവാറടികളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവരോട് എനിക്കുണ്ടാകുന്ന കൃതജ്ഞത അതേ അളവിൽ ശുദ്ധീകരണ സ്ഥലത്തെ ഒരാത്മാവിനെ വിമോചിപ്പിക്കുന്നവരോട് എനിക്കുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിന് ഈ ആനന്ദം നൽകാൻ ഏതുതരം സാഹസിക പ്രവൃത്തിയും ചെയ്യാൻ ജെർത്രൂദ് ഒരുക്കമായിരുന്നു. ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയമേ എന്നാണ് ജെർത്രൂദ് ഈശോയുടെ തിരുഹൃദയത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. നാവുകൾ ചലിപ്പിക്കാതെ ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥനകൾ ഉയർന്നിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി ഈശോയുടെ മനോഹരമായ ശബ്ദം അവൾ കേട്ടു: എന്നോടുള്ള സ്നേഹത്താൽ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളെയും വാഗ്ദാനങ്ങളെയും ത്യജിച്ച എൻ്റെ പ്രിയപ്പെട്ടവളെ, നിനക്ക് ഞാൻ എന്തു തന്നാലാണ് മതി വരിക? സ്നേഹത്തിൻ്റെ മേലങ്കിയാൽ ഞാൻ നിന്നെ പൊതിയും. എന്നോടുള്ള സ്നേഹത്താൽ നീ ഉപേക്ഷിച്ചവയൊക്കെയും നിനക്ക് ഞാൻ തിരികെ നൽകും. താൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് കൂടെ കൂടെ അവൾക്കുണ്ടാകുന്ന സംശയം നീക്കാൻ പോരുന്നതായിരുന്നു ഈ വാക്കുകൾ. പലപ്പോഴായും ശുദ്ധീകരണാത്മാക്കൾ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. എങ്ങനെ അവളുടെ പ്രാർത്ഥനകൾ തങ്ങൾക്ക് ആശ്വാസമായി ഭവിച്ചു എന്നവർ വർണ്ണിച്ചു കേൾപ്പിച്ചു. തൻ്റെ അപേക്ഷകൾ സ്ഥിരോത്സാഹത്തോടെ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നതിന് ഇതവൾക്ക് സഹായമായി. ഹെൽഫ്റ്റയിലെ മഠം വിശുദ്ധരാൽ നിറഞ്ഞിരുന്നതാണെങ്കിലും ചിലർ ലോല മനസ്സിന് ഉടമകളായിരുന്നു. അതിനാൽ തന്നെ അവരുടെ മരണശേഷം അവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടതായി വന്നു. ഇവയെല്ലാം ദർശനത്തിലൂടെ ജെർത്രൂദിന് വെളിവായി കിട്ടി. ചിലരുടെ തെറ്റ് അവരുടെ ഉപയോഗത്തിനായി മഠത്തിൽ നിന്ന് അനുവദിച്ച വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യമായിരുന്നു. ഒരു സന്യാസിനി ശുദ്ധീകരണത്തിനായി വിധിക്കപ്പെട്ടത് വളരെ ലാഘവത്തോടു കൂടി കുമ്പസാരം എന്ന കൂദാശ ഉപേക്ഷിച്ചതിനാലായിരുന്നു. മറ്റൊരു സന്യാസിനി താൻ രോഗിയായിരുന്ന അവസരത്തിൽ അനാവശ്യമായ സാന്ത്വനത്തിനും ആശ്വാസത്തിനുമായി കുതിച്ചതിനാലാണ് ശുദ്ധീകരണത്തിന് വിധേയാകേണ്ടി വന്നത് എന്ന് ജെർത്രൂദിന് വെളിപ്പെട്ട് കിട്ടി. മഠത്തിലെ മറ്റു കന്യാസ്ത്രീകളുടെ ആത്മീയ അവസ്ഥ അവരുടെ മരണസമയത്ത് ജെർത്രൂദിന് വെളിപ്പെട്ട് കിട്ടും. മരിക്കുന്ന വ്യക്തിയുടെ പോരായ്മകൾ അറിയുന്നതോടെ അവൾ അവയ്ക്ക് പരിഹാരമായി പ്രാർത്ഥനകൾ എത്തിക്കുകയും പരിത്യാഗ പ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. കർത്താവ് ഈ പ്രാർത്ഥന ശ്രവിക്കുകയും യാതൊരു തടസ്സവുമില്ലാതെ അവരെ തൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ഒരിക്കൽ സ്വർഗത്തിലേക്ക് ഉയരുവാനായി ആത്മാവ് സഞ്ചരിക്കുന്ന പാത ജെർത്രൂദ് ദർശനത്തിൽ കണ്ടു. പലക അടച്ചു വെച്ചിരിക്കുന്ന കുത്തനെയുള്ളൊരു കയറ്റത്തിന് സമാനമായിരുന്നു ഈ പാത. അതിലൂടെ സഞ്ചരിക്കുന്നത് വളരെ ദുർഘടവുമായിരുന്നു. ശ്രദ്ധിച്ചപ്പോൾ അവൾ കണ്ടു, അനേകർ ആ പാതയിലൂടെ മുകളിലേക്ക് പോകുന്നു. ചിലരെ മാലാഖമാർ പിന്തുണയ്ക്കുന്നുണ്ട്. അവരുടെ യാത്ര തടസ്സപ്പെടുത്തുന്നതിനായി ചുറ്റും ഭീകരമായ വ്യാളികളുടെ രൂപത്തിൽ പിശാചുക്കൾ വട്ടമിട്ട് പറക്കുന്നു. എന്നാൽ സംരക്ഷകരായ മാലാഖമാർ ആ ഭീകരരൂപികളെ ആട്ടിയോടിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആ സഞ്ചാരകരുടെ മുഖം ശാന്തതയാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്നു. മാലാഖമാരുടെ സഹായമില്ലാതെ കയറാൻ ശ്രമിക്കുന്നവർ വളരെ കഷ്ടപ്പെടുന്നതായി അവൾ കണ്ടു. തെന്നി വീഴാൻ പോകുമ്പോൾ ഭയത്താലും നിരാശയാലും അവർ നിറയും. എന്നാൽ അടുത്ത നിമിഷം ഒരു പുത്തനുണർവ് കിട്ടിയതുപോലെ അവർ വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു. മാലാഖമാരുടെ സഹായമില്ലാതെ കയറുന്നവരാരാണെന്ന് ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവകൃപയെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം ശക്തിയാൽ അവയെ അതിജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. കാവൽ മാലാഖമാരുടെയോ പുണ്യവാന്മാരുടെയോ മാധ്യസ്ഥ സഹായം അവർ അപേക്ഷിക്കുന്നില്ല.
അതിനാലാണ് ആരുടെയും സഹായമില്ലാതെ ഭയത്തിനും നിരാശയ്ക്കും അവർ അടിപ്പെട്ടു പോകുന്നത്. എന്നാൽ പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടാനുള്ള ഉദ്ദേശശുദ്ധി മൂലം അവർ ദൈവകൃപയ്ക്ക് അർഹരാകുന്നു. അതിനാലാണ് അവർക്ക് പുത്തനുണർവ് ലഭിക്കുന്നതായി കാണപ്പെടുന്നത്. തന്നെ ആഹ്ലാദത്തിൽ ആറാടിച്ച ഒരു കാഴ്ചയാണ് പിന്നീട് അവൾ കണ്ടത്. ലോകത്തിലുള്ള എല്ലാ സന്യാസ ഭവനങ്ങളിൽ നിന്നുമുള്ള സന്യസ്തർ ആ കയറ്റം കയറുന്നു. പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന അവർ വിവിധ സഭകളിൽ നിന്ന് ഉള്ളവരായിരുന്നു. ഭൂമിയിൽ കോണിപ്പടിയുടെ വശങ്ങളിൽ ഉണ്ടാകുന്ന കൈപ്പിടി പോലൊരു താങ്ങ് അവർക്ക് പിടിച്ചു കയറാനായി സംവിധാനം ചെയ്തിട്ടുണ്ട്. അവർ അതിൽ പിടിച്ച് ശാന്തമായി കയറുന്നു. അതുകൂടാതെ അവരുടെ പാതയിലുള്ള തടസ്സങ്ങൾ മാലാഖമാർ എടുത്തു മാറ്റി കൊടുക്കുന്നുമുണ്ട്. എന്നാൽ അവൾ നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് കയറുന്നവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഈ ദർശനത്തിന് ശേഷം ഈശോ അവൾക്ക് പറഞ്ഞു കൊടുത്തു, മരണത്തിന് മുമ്പ് നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെയും പ്രാർത്ഥനയുടെയും ഗുണത്തിൻ്റെ അത്രയും വരില്ല മരണശേഷം മറ്റുള്ളവർ നമുക്കായി അനുഷ്ഠിക്കുന്ന സൽപ്രവൃത്തികളുടെയും നേരുന്ന കുർബാനകളുടെയും ഗുണം. അതിനാൽ വിശുദ്ധരായിരിക്കാൻ നീ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുക. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ജർത്രൂദിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.